പാതിവരെ തട്ടിപ്പുമായി ബന്ധപ്പെട്ട പരാതിയിൽ റിട്ടയർഡ് ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായരെ വീണ്ടും പ്രതി ചേർത്തു. കോഴിക്കോട് ബാലുശ്ശേരിയിൽ രജിസ്റ്റർ ചെയ്ത കേസിൽ 3ാം പ്രതിയാണ് CN രാമചന്ദ്രൻ നായർ. CN രാമചന്ദ്രൻ നായരുടെയും അനന്തകൃഷ്ണനെയും വിശ്വാസ്യതയിലാണ് പണം നൽകിയതെന്നാണ് പരാതിക്കാർ പറയുന്നത്. പല മീറ്റിങ്ങുകളിലും ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ വേദിയിലുണ്ടായിരുന്നു. കേസിന് മുനമ്പുമായി ബന്ധമില്ലെന്നും CN രാമചന്ദ്രൻ നായർക്കെതിരെ നൽകിയ KSS സംഘടനാ പ്രതിനിധികൾ പറഞ്ഞു. ഒന്നിൽ അഡ്വൈസറി ചെയർമാൻ എന്ന് എഴുതിയിട്ടുണ്ട്, ഒന്നിൽ അലിയസ് ചെയർമാൻ എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പം നമ്മൾ സാധാരണക്കാരായ ആൾക്കാരാണ്, നമ്മളത് എഴുതി കൊടുത്തപ്പോൾ അങ്ങനെ എഴുതി കൊടുത്തു എന്നുള്ളൂ. അതിൽ പ്രത്യേകിച്ച് പിന്നെ വേറെ ലക്ഷ്യങ്ങളൊന്നുമില്ല. അതിൽ അങ്ങാടിപ്പുറത്ത് പ്രവർത്തിക്കുന്ന സാധാരണക്കാരായ ആൾക്കാരാണ്. ഞങ്ങളെ സംബന്ധിച്ച് വേറെ രാഷ്ട്രീയ ലക്ഷ്യങ്ങളോ വേറെ മാനങ്ങളോ ഇതിനില്ല. അത് നിങ്ങൾ കാണുകയും ചെയ്യരുത്. കാരണം ഞങ്ങൾക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇവിടുന്ന് അതായത് ആൾക്കാരുടെ നിന്ന് പിരിച്ചൊരു പൈസ ഉണ്ട്. അതിന് പിന്നെ അത് ഞങ്ങൾക്ക് മാത്രമല്ല, കേരളത്തിലെ ഒരുപാട് NGOs ഉണ്ട്. ആ പൈസ നമുക്ക് എങ്ങനെ തിരിച്ച് കിട്ടണം, അതിനുള്ള മാർഗങ്ങൾ കാണാൻ എന്താണ് വഴിയെന്നേ ഞങ്ങൾ നോക്കണുള്ളൂ. ഷഹദ് റഹ്മാൻ വിവരങ്ങളുമായി. ഷഹദ്, CN രാമചന്ദ്രൻ നായർ പറയുന്നത് പോലെ അദ്ദേഹത്തിന് ആ തട്ടിപ്പിൽ ഒരു പങ്കുണ്ടെന്ന് ആരും കരുതുന്നുണ്ടാവില്ല. പക്ഷേ അദ്ദേഹം അഡ്വൈസറായിട്ട് അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അഡ്വൈസറായിട്ട് ഇരിക്കുന്ന കാലയളവിൽ അദ്ദേഹം പല പരിപാടികളിൽ അതിൻ്റെ മുഖമായി ഇപ്പോൾ V ശിവൻകുട്ടി പങ്കെടുത്ത പരിപാടിയിലടക്കം CN രാമചന്ദ്രൻ നായരും ഉണ്ടായിരുന്നു. അത്തരത്തിലുള്ള വിശ്വാസത്തിലുള്ള മുഖം കണ്ട ആളുകൾ പണം നിക്ഷേപിച്ചു, ആളുകൾ പണം കൊടുക്കാൻ തയ്യാറായി എന്ന് പറയുന്നതും ശരിയാണ് ഷഹദ്. തീർച്ചയായും ഹാഷ്മി, കാരണം ഈ കാര്യത്തിൽ നമുക്ക് വിശ്വാസത്തിലെടുക്കുക അത് സംബന്ധിച്ച് അത് വലിയ ഒരു കൺഫ്യൂഷൻ തന്നെ നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഇത്തരം പ്രമുഖരുടെയൊക്കെ തന്നെ മുഖങ്ങൾ ഉപയോഗിച്ചാണ് ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾ നടത്തുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നാൽ ഇത്തരത്തിൽ വ്യാപകമായിട്ടുള്ള പരാതികൾ ഉയർന്ന പശ്ചാത്തലത്തിൽ അല്പസമയം മുൻപ് ഈ ജസ്റ്റിസ് CN രാമചന്ദ്രൻ മാധ്യമങ്ങളെ കണ്ടിട്ടുണ്ടായിരുന്നു. ആ ഘട്ടത്തിൽ അദ്ദേഹം പ്രധാനമായിട്ടും പറയുന്നത്, അതായത് തനിക്ക് ഇതുമായി ബന്ധപ്പെട്ട നേരിട്ട് യാതൊരുവിധ പങ്കുമില്ല, താൻ ഇതിൻ്റെ ഈ സംഘടനയുടെ ഭാഗമായിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഈ പരിപാടിയുടെ ഭാഗമായിട്ടുണ്ട്, പക്ഷേ തട്ടിപ്പിൽ തനിക്ക് യാതൊരുവിധ പങ്കുമില്ല. മാത്രവുമല്ല, പൊതുയോഗങ്ങളിലൊക്കെ തന്നെയാണ് താൻ പങ്കെടുത്തിട്ടുള്ളത്. കൂടാതെ ഇതിൻ്റെ മറ്റ് ഇടപാടുകളിലൊന്നും തന്നെ ഇടപെടിച്ചിട്ടില്ല എന്നുള്ളൊരു കാര്യമാണ് അദ്ദേഹം പറയുന്നത്. കൂടാതെ കുറച്ച് മാസങ്ങൾക്ക് മുൻപ് താൻ രാജി അറിയിക്കുകയും ചെയ്തതാണ്, രാജി വെക്കുകയും ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് തനിക്ക് തട്ടിപ്പിൽ യാതൊരുവിധ പങ്കുമില്ല എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. നിലവിൽ മലപ്പുറത്തും അതുപോലെ തന്നെ കോഴിക്കോട് ജില്ലയിലുമാണ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. കോഴിക്കോട് ജില്ലയിൽ 2 കേസിൽ 3ാം പ്രതിയായിട്ടാണ് ഇദ്ദേഹത്തിനെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. മലപ്പുറത്ത് പെരിന്തൽമണ്ണ പോലീസാണ് ഇതുമായി ബന്ധപ്പെട്ട കേസ് എടുക്കുകയും ചെയ്തിട്ടുള്ളത്. കോഴിക്കോട് ബാലുശ്ശേരി പോലീസുമാണ് കേസ് എടുക്കുകയും ചെയ്തിട്ടുള്ളത്. നിലവിൽ ഇപ്പോൾ നമുക്ക് ഏറ്റവും പുതുതായി ലഭ്യമാകുന്ന വിവരം അനുസരിച്ച് കോഴിക്കോട് ജില്ലയിൽ മാത്രം ഏകദേശം 5526 പേര് ഇത്തരത്തിൽ ഈ തട്ടിപ്പിന് ഇരയായിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ 6 കേസുകൾ മാത്രമാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അതിൽ ഏറ്റവും കൂടുതലുള്ളത് സംഘടനകളാണ്. പ്രത്യേകിച്ച് ഈ ലാപ്ടോപ്പ്, അതുപോലെ തന്നെ സ്കൂട്ടർ, മൊബൈൽ ഫോണ് തുടങ്ങിയ സാധനങ്ങളൊക്കെ വാഗ്ദാനം ചെയ്തുകൊണ്ടാണ് തട്ടിപ്പ് എന്നുള്ളതാണ്. ഇദ്ദേഹത്തെ പോലെയുള്ള, അതായത് റിട്ടയർഡ് ജസ്റ്റിസ് ആയിട്ടുള്ള CN രാമചന്ദ്രൻ നായരെ പോലെയുള്ള ആളുകളുടെ മുഖം ഉപയോഗിച്ചുള്ള ഈ തട്ടിപ്പ്, അല്ലെങ്കിൽ അദ്ദേഹത്തെ കണ്ടിട്ടാണ് ഇത്തരം സംരംഭങ്ങൾക്ക് തങ്ങളും സപ്പോർട്ട് ചെയ്തതെന്നും ഇതിൽ പണം ഇറക്കിയത്